സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്വർണം, അതായത് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളോടുകൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്വർണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതായത് ഭൂമിയിൽ പല ഭാഗത്തും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഏരിയയിൽ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. വൈക്കിട് പഞ്ചായത്ത്, പോത്തിൽ പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത് പോലുള്ള, അതേപോലെ തന്നെ മുത്തേടം പഞ്ചായത്ത് പോലുള്ള വിവിധ നിലമ്പൂർ ഏരിയയിൽ വിവിധ പ്രദേശങ്ങളിൽ സ്വർണ്ണമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മുമ്പ് ഇവിടുന്ന് സ്വർണ്ണക്കനിയും കാര്യങ്ങളൊക്കെ, സ്വർണ്ണ ഗവേഷണവും മറ്റ് വിദേശ രാജ്യങ്ങളും ഇന്ത്യ രാജ്യവുമൊക്കെ ചേർന്ന് സ്വർണം കുഴിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നതും അതിൻ്റെ ഗവേഷണം മറ്റും വെള്ളത്തിൻ്റെ തടസ്സത്താൽ ആ കിണറ്റിൽ നിന്ന് സ്വർണം എടുക്കാൻ സാധിച്ചില്ല, വെള്ളം തടസ്സമാകുന്നു എന്നൊക്കെയാണ് അന്നത്തെ റിപ്പോർട്ട്. പക്ഷേ ഇന്ന് വെള്ളം ഒരു തടസ്സമല്ല എന്ന് നമുക്കറിയാം. കാരണം വിദേശ രാജ്യങ്ങളിൽ പല വിവിധ ഭാഗങ്ങളിൽ കടലിനടിയിലൂടെ റോഡ് കെട്ടുന്നു, പാലം കെട്ടുന്നു, ഇരുഭാഗങ്ങളിലും ജനങ്ങൾക്ക് താമസിക്കാനുള്ള സംവിധാനം, അതായത് കടലിനടിയിലൂടെയുള്ള റോഡ് വെട്ടുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും വെള്ളം തടസ്സമല്ല, വെള്ളത്തെ മാറ്റി നിർത്തി സ്വർണം എടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞല്ലോ, ബഹ്റൈൻ മുതൽ സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനെ ബന്ധപ്പെടുത്തുന്നത് ഒരു കടലിനടിയിലൂടെയുള്ള റോഡ്, പാലം, ഇരുവശങ്ങളിലും വീടുകളും അതേപോലെ തന്നെ കെട്ടിടങ്ങളുമൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കിവിടെ ഒരു തടസ്സമല്ല, വെള്ളം കിണറ്റിൽ നിന്ന് സ്വർണ്ണമെടുക്കുവാൻ തടസ്സമല്ല. ഞാൻ കണ്ടെത്തിയ സ്വർണത്തിൻ്റെ ഭാഗം നിങ്ങളെ കാണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ. വളരെ ശ്രദ്ധാപൂർവം നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഇത് കല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ രൂപത്തിൽ സ്വർണ്ണക്കറകൾ, സ്വർണ്ണത്തരികളാണ് ഈ കാണിക്കുന്നത്. വലിയ വില കൂടിയ സാധനം, ഏറ്റവും വില കൂടിയത് തങ്കത്തിനാണ്. ആ തങ്കമാണ് ഈ കാണുന്നത്. അപ്പോൾ തങ്കത്തിൻ്റെ ഒരു വളരെ കുറഞ്ഞ അംശം മാത്രമാണ് കാണുന്നത്. ഈ കല്ലിലൂടെ ഈ റോഡിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് ഇടിച്ചിൽ സംഭവിച്ച ഭാഗത്തുള്ള രംഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ മാസങ്ങളോളം നമ്മൾ ഇതിന് പരിശ്രമം നടത്തി, പല റൂട്ടുകളും സഞ്ചരിച്ച്, പോത്തിൽ പഞ്ചായത്ത്, വൈക്കിട് പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, അതുപോലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വിവിധ ഇനം വീഡിയോസുകളും ഒക്കെ എടുത്ത് അതിൽ നിന്ന് മാസങ്ങളോളമുള്ള പരിശ്രമത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വർണ്ണക്കനി, സ്വർണ്ണ ഗവേഷണവും മറ്റും പുരോഗമിക്കണം, അത് വീണ്ടും പുനഃസ്ഥാപിക്കണം, കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ടുകൾ എത്തുകയും നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും തൊഴിൽ ലഭിക്കുകയും വേണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, വിദേശികളും സ്വദേശികളും മഹാരാഷ്ട്രക്കാർ വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു. എല്ലാവർക്കും തൊഴിൽ ലഭിക്കട്ടെ, അതേപോലെ തന്നെ രാജ്യം പുരോഗതിയിലേക്ക് എത്തട്ടെ. എൻ്റെ ഒരു വീഡിയോസിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിരുന്നു. ഞാൻ ഇതിനു മുൻപ് ഇതിനെക്കുറിച്ച് 3-4 വീഡിയോ വിട്ടിട്ടുണ്ട്. അതിൽ എനിക്കൊരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഞാൻ പറഞ്ഞത് 10 ഗ്രാമിന് 10,000, 10 ഗ്രാമിന് 10,000 അല്ല, 10 ഗ്രാമിന് 1,00,000 രൂപയാണ് ഒറിജിനൽ സ്വർണത്തിൻ്റെ വില. ഒറിജിനൽ, അതായത് ഇത് തങ്കമാണ്. തങ്കം, ചെമ്പ് ചേരാത്ത, നമ്മൾ ആഭരണത്തിൻ്റെ റേറ്റ് അല്ല കേട്ടോ, നമ്മളെ ആഭരണങ്ങളുടെ റേറ്റ് അല്ല പറയുന്നത്, ചെമ്പ് ചേരാത്ത തങ്കം, ഒറിജിനൽ മണ്ണിൽ നിന്ന് കിട്ടുന്ന സ്വർണ്ണമാണിത്. ഇതൊന്ന് ഒന്ന് കൈയെടുക്കുക ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ക്ലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ ഇവിടെ നമ്മുടെ രാജ്യത്ത് 4 സ്വർണ്ണക്കനിയാണല്ലോ ഉണ്ടായിരുന്നത്. 4-5 സ്വർണ്ണക്കിണറുകളാണ് ഉണ്ടായിരുന്നത് സ്വർണ്ണം എടുക്കുന്നത്. അത് വെള്ളത്തിൻ്റെ തടസ്സത്താലാണ് അത് നിർത്തിവെച്ചത് എന്നാണ് പറയാൻ സാധിച്ചത്. അതായത് 60 അടി 70 അടി താഴ്ചയിൽ പാറ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ട് മെഷീനറികൾ ഇറക്കിക്കൊണ്ട് ഇറക്കുന്ന മെഷീനറിക്ക് വെള്ളത്തിൻ്റെ തടസ്സം കാരണം അത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനെ ബന്ധപ്പെടുത്തുന്ന കടലിനടിയിലൂടെ ഉള്ള
റോഡുകളും പാലങ്ങളും ഇരുഭാഗത്തും ആൾത്താമസവും ഹോട്ടലുകളും കെട്ടിടങ്ങളും ലോഡ്ജുകളുമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രയും ഈ കടലിനടിയിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ സ്വർണ്ണക്കനിയിൽ നിന്ന്, നമ്മുടെ സ്വർണ്ണക്കിണറ്റിൽ നിന്ന് സ്വർണ്ണമെടുക്കുന്ന ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞത് ഇന്നത്തെ സാഹചര്യത്തിൽ. ആദ്യകാലങ്ങളിൽ അതൊക്കെ ഒരു തടസ്സമായിരുന്നു, വെള്ളത്തെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞത്. ആ വെള്ളത്തിൻ്റെ തടസ്സം കാരണം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. കിട്ടിയിരിക്കുന്ന സ്വർണം ഒരിക്കൽ കൂടെ കാണിക്കുന്നു. കണ്ടെത്തിയ സ്വർണം മാസങ്ങളോളം പരിശ്രമം നടത്തിയ ആ പരിശ്രമത്തിലാണ് നമുക്കിത് കണ്ടെത്താൻ സാധിച്ചത്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് മെഷീനറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്തരം മെഷീനറികൾ നമുക്ക് ഉപയോഗിക്കാനും സാധ്യമല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരും കാണുകയും വേണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ രാജ്യത്ത് പ്രചരിക്കുമ്പോൾ തന്നെയുള്ളൂ നമ്മുടെ സ്വർണ്ണക്കനികൾ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ പുരോഗതി, കേരളത്തിൻ്റെ പുരോഗതി മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങളും സബ്സ്ക്രൈബേഴ്സായിട്ട് ഇതിനോട് സഹകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾക്ക് സ്വർണം കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് സ്വർണം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണ്ണത്തരികളാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള കാര്യം. അപ്പോൾ എല്ലാം കൂടെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു 100 മില്ലി, ഈ കാണുന്ന കാഴ്ചയിൽ ഇതിൽ നിന്ന് കിട്ടാവുന്ന 100 മില്ലി ആയിരിക്കും. സ്വർണം എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം, 1 ഗ്രാമിൻ്റെ താഴെയുള്ളതിനൊക്കെ മില്ലിഗ്രാം എന്നാണ് ഞാൻ പറയാറ്. ഈ മില്ലിഗ്രാമിന് തങ്കത്തിന്, ചെമ്പ് ചേരാത്ത മില്ലിഗ്രാം ഒറിജിനൽ സ്വർണത്തിന് 100 മില്ലിഗ്രാമിന് 1000 റുപ്യാണ് എന്നാണ് എൻ്റെ അറിവ്. അതേസമയം ലേശം കൂടുതലുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതൽ കിട്ടും, കൂടുതൽ ഉണ്ടെങ്കിൽ റേറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ മില്ലിഗ്രാമിന് 1000 റുപ്യയും ഗ്രാമിന് 10,000-ന് മുകളിലും 10 ഗ്രാമിന് ലക്ഷത്തിന് മുകളിലും 10 ഗ്രാമിന് ലക്ഷത്തിന് മുകളിലും 100 ഗ്രാമിന് 10 ലക്ഷത്തിന് മുകളിലും ഒറിജിനൽ സ്വർണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒറിജിനൽ തങ്കം, ചെമ്പ് ചേരാത്ത, നമ്മുടെ ആഭരണങ്ങളല്ലാത്ത, ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ ഈ സ്വർണത്തിൻ്റെ കൂടെ ചെമ്പ് പോലുള്ള ലോഹങ്ങൾ ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആഭരണം ആയി മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എന്നാണ് പറയുന്നത്. ഒറിജിനൽ സ്വർണത്തിൽ ആഭരണം നിർമ്മിച്ചാൽ അത് പൊട്ടിപ്പോകും, അത് നിലനിൽപ്പില്ല എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ രാജ്യത്തെ സ്വർണം, നമ്മുടെ കേരളത്തിൽ അനേകം സ്വർണമുണ്ട്. വലിയ ഗൾഫ് രാജ്യത്തെ പോലെ, ഗൾഫിനേക്കാളും കൂടുതൽ സ്വർണമുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഗൾഫിനേക്കാളും കൂടുതൽ സ്വർണമുണ്ട്. അത് എടുക്കാൻ സാധിക്കണം. അത് എടുക്കണമെങ്കിൽ നമ്മളിവിടെ 4-5 സ്വർണ്ണക്കിണറുകൾ നിർമ്മിച്ച് അതിനൊക്കെ ഒരുപാട് പണം ചിലവുണ്ട്. ബാക്കി പണം കൂടെ ചിലവഴിച്ച്, അതായത് വാഹനത്തിൽ ഇന്ധനം നിറച്ചാലേ അത് നമുക്ക് വാഹനം ഓട്ടാൻ സാധിക്കൂ. അപ്പോൾ ഒത്തിരി പണം ചിലവാക്കിയിട്ട് 4-5 കിണർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പ്രവർത്തനം തുടരണം. അതിന് കുറച്ച് പണം ചിലവ് വരും. അതിന് കുറച്ച് പണം ചിലവ് വന്നിട്ടുണ്ടെങ്കിലും അത് വൻ വിജയമായിരിക്കും. കാരണം ഒരു ചെറിയ അടക്ക, തൊലി കളഞ്ഞ ചെറിയൊരു അടക്കയുടെ രൂപത്തിൽ ഉള്ള ഒരു സ്വർണ്ണ കഷ്ണം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വില 10 ലക്ഷത്തിന് മുകളിലാണ്. അത് 100 ഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കും. ചെറിയ
അടക്ക എന്ന് പറഞ്ഞാൽ അത് 10 ഗ്രാമാണ് വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷേ അത് സ്വർണ്ണമാണെങ്കിൽ 100 ഗ്രാമിന് മുകളിൽ വെയിറ്റ് തോന്നിക്കും, വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വില 10 ലക്ഷത്തിന് മുകളിലാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര ടണ്ണ് കണക്കിന് സ്വർണ്ണമുണ്ട്, എത്രയോ ടണ്ണ് കണക്കിന് സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് സർക്കാരുകൾ കണ്ണ് തുറക്കുക, ജനങ്ങൾ ഇതെല്ലാം സർക്കാരിലേക്ക് എത്തിക്കുക. ഇവിടെ നിന്ന് സ്വർണ്ണക്കനിയിൽ നിന്ന് സ്വർണ്ണ ഗവേഷണം നടന്നിരുന്ന അതിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട വേസ്റ്റുകളിൽ നിന്ന് ഇതുപോലെ പലർക്കും സ്വർണം കിട്ടാറുണ്ട്. എനിക്ക് വരെ പല ചെറിയ തരികളൊക്കെ അക്കാലത്ത് മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മാസങ്ങളോളം എൻ്റെ പരിശ്രമത്തിൽ നിന്ന് അതായത് വനം കാടുകളിലൂടെ വലിയ വലിയ കാടുകളിലൂടെയുള്ള സൈഡിലുള്ള ഔട്ട് പോക്കറ്റ് റോഡിനൊക്കെ സഞ്ചരിച്ച് മണ്ണൊക്കെ ഇടിഞ്ഞു പോയ ഭാഗങ്ങളിൽ മാസങ്ങളായി ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് ഈ വെള്ളാരം കല്ല്. ഈ കല്ലിൽ നിങ്ങൾ കാണപ്പെടുന്നത് സ്വർണ്ണമാണ്. ഈ സ്വർണം പക്ഷെ വളരെ കുറഞ്ഞ അളവിനുള്ളൂ. പക്ഷേ ഇത് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ മെഷീനറി ഉപയോഗിക്കുന്നവർക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിത് പരസ്യമായിട്ട് കാണിക്കുന്നത്, ഞാനങ്ങനെ പേടിയുള്ള ആളല്ല. ഞാനിത് പരസ്യമായിട്ട് കാണിക്കുന്നത് നമ്മളത്രേ ഭയപ്പാടുള്ള ആളൊന്നുമല്ല. നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയും, ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപകാരപ്രദമാവട്ടെ എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ താൽക്കാലികം വീഡിയോ നിർത്തുന്നു. ഏവർക്കും നമസ്കാരം.